പ്രേമുള്ളവരെ, ആത്മഹത്യ എന്ന ചിന്ത മനസ്സിൽ എപ്പോഴെങ്കിലുമൊക്കെ വന്നു പോകുന്ന മനുഷ്യരുണ്ട്. സോ ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടല്ല, പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് ആത്മഹത്യ എന്നൊരു പരിഹാരമുള്ളൂ, ഭൂമിയിൽ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു തോന്നലില്ല അവർ എത്തിച്ചേർന്നിട്ട് ആത്മഹത്യ ചെയ്യാം എന്നവർ വിചാരിക്കുകയാണ്. സോ ഈ ആത്മഹത്യ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് നേരത്തെ ഒരു ചിന്തയായിരിക്കാം. ഒരു ഒരു ഹോപ്പും കാണാനില്ല, ഒരു പ്രതീക്ഷയും ഇല്ല ജീവിതത്തിൽ. മുന്നോട്ടൊരു വെട്ടവും കാണാതാകുമ്പോൾ, മനുഷ്യന് ജീവിതത്തെ നേരിടാൻ പറ്റാതാകുമ്പോൾ മനുഷ്യർ ചെയ്യുന്ന ഒരു സംഗതിയാണ് ഈ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു പരിപാടി. പ്രിയമുള്ളവരെ, എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിലും സൂയിസൈഡ് എന്ന് പറയുന്ന ഒരു ചിന്ത വന്നു പോയിട്ടുണ്ടാകാം. ഈ ഡിപ്രഷൻ്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാതെ ഈ സൂയിസൈഡ് ചിന്ത വരും. അതായത് നിങ്ങളുടെ മൈൻഡിനെ ആ അറ്റം വരെ നിങ്ങൾ കൊണ്ട് എത്തിക്കരുത്. ഡിപ്രഷൻ്റെ ആ ഒരു സ്റ്റേജ് വരെ നിങ്ങൾ അതിനെ കൊണ്ട് മനസ്സിനെ പോകാൻ അനുവദിക്കരുത്. അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളെ തന്നെ സഹായിച്ച് ഡിപ്രഷനെ നേരിടണം. പക്ഷെ ചില മനുഷ്യർ ഈ ഡിപ്രഷനെ അങ്ങ് മനസ്സിലതിനെ വളരാൻ അനുവദിച്ച് അതിനെതിരെ പ്രതിരോധിക്കാതെയും അതിനൊരു സഹായം തേടാതെയൊക്കെ മുന്നോട്ട് പോയി ഒരു സ്റ്റേജിൽ എത്തുമ്പോഴില്ലേ, നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. അതാണ് ഡിപ്രഷനായിരുന്നു അതുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ആ സമയത്തില്ലേ, നമുക്ക് ഒറ്റയ്ക്ക് നമ്മളൊരു 5 മിനിറ്റ് ഇരുന്നാൽ നമ്മൾ ചിലപ്പോൾ ആത്മഹത്യ ചെയ്തു പോകും. അങ്ങനത്തെ ഒരു മൈൻഡ് അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ ആ സമയത്തില്ലേ, ഏതെങ്കിലും ഒരു മനുഷ്യരെ റോട്ടിൽ കൂടെ പോണതായിരിക്കാം, അല്ലെങ്കിൽ വെറുതെ ഏതെങ്കിലും എയർടെല്ലുകാർ കമ്പനിക്കാർ വിളിച്ച ഫോൺ കോൾ ആയിരിക്കാം, അല്ലെങ്കിൽ വല്ല ലോൺ വേണോ എന്ന് ചോദിച്ച് വിളിക്കുന്ന കോളായിരിക്കാം. ഏത് കോളാണ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ സ്വരം കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, അപ്പോൾ ഈ ഒരു തോട്ടിൽ നിന്ന് പുറത്തെടുക്കാൻ സാധിക്കും. അത്രയേറെ ആ മനസ്സ് നിസ്സഹായതയിലും പ്രതീക്ഷയില്ലാതെയും ഹെൽപ്ലെസ് ആവുന്ന അവസ്ഥയിൽ ഇരിക്കുന്നത് കൊണ്ട് ഏത് മനുഷ്യൻ ആ സമയത്ത് നമ്മളോടൊന്ന് സംസാരിച്ചാലും, അത് ഈ റോട്ടിൽ കൂടെ പോകുന്ന മീൻ വേണോ ചോദിച്ചു പോകുന്ന ചേട്ടന്മാരുണ്ടല്ലോ, അവരുടെ ഒരു സ്വരമോ അല്ലെങ്കിൽ ഏതെങ്കിലും അറിയാതൊരു ചേച്ചി ഒന്ന് വാതിലേക്ക് കൊട്ടിക്കഴിഞ്ഞാൽ ഈ ആത്മഹത്യ ചിന്ത അപ്പം അവിടെ നിന്ന് പോകും. നമ്മുടെ മൈൻഡ് കോൺഷ്യസ്നെസ്സിലേക്ക് വരും, ബോധാവസ്ഥയിലേക്ക് വരും. പക്ഷേ ഡിപ്രഷനോട് പൊരുതുന്ന ഒരാൾ ഒരിക്കലും തനിച്ചിരുത്തരുത്. അയാൾ ഒരിക്കലും തനിച്ചാവാൻ അനുവദിക്കരുത്. അയാളെ ശല്യം ചെയ്ത് കൂടെ പോകണമെന്നല്ല, അയാളെ തനിച്ചിരിക്കാൻ അനുവദിക്കുന്നത് അപകടകരമായ ഒരു സംഗതിയാണ്. അപ്പോൾ ആ സ്റ്റേജ് വരെ ഒന്നും ഒരാൾ എത്താനും പാടില്ല. നിങ്ങൾക്ക് തോന്നുവാണ് എൻ്റെ മനസ്സ് ഡിപ്രഷനിലാണ്, അത് പലതരം ചില തോന്നലുകളുണ്ട്. യഥാർത്ഥത്തിലൂടെ ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇരുന്നിടത്ത് നിങ്ങളുടെ വെക്കുന്ന കാലെല്ലാം കുഴിയിലേക്ക് പോകുന്ന പോലെ ഒരു തോന്നലാണ്, കാലിൻ്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്ന പോലെ ഒരു തോന്നലാണ്. നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇരുന്നിടത്ത് നിന്ന് എണീക്കാൻ തോന്നില്ല, നമുക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല, നമുക്ക് ചിരിക്കാൻ തോന്നില്ല. ചിലപ്പോൾ നമ്മൾ എക്സ്ട്രോവേർട്ട് ആവും, അതായത് ഇതിൻ്റെ ഒപ്പം ഓപ്പോസിറ്റ് ആവും. ഇതെല്ലാം നമ്മൾ ചെയ്യും, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലെ അകാരണമായ ഒരു വല്ലാത്ത സങ്കടം ഇങ്ങനെ തളം കെട്ടി കിടക്കുകയാണ്. ആ സമയത്തിൽ ഏറ്റവും വലിയ ഗതികേട് എന്ന് പറയുന്നത് നമുക്ക് കരയാൻ പറ്റില്ല. നമ്മളൊരു മന്ദമായ അവസ്ഥയിലാണ്, ഒരു മന്ദത എന്ന് പറയില്ല, ഒരു ബ്ലോക്കായ മൊമെൻറ്റിലാണ്. അവിടെ നമുക്ക് കരയാനും പറ്റില്ല. ഇതെല്ലാം ദൈവകൃപയായ കടന്നു വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. എൻ്റെ ലൈഫാണിത്. ഈ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളത് ദൈവം എഴുതിയിട്ടുണ്ട്, ഉറപ്പാണ്, ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ ദൈവം എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇത് എൻ്റെ ജീവിതമാണിത്. എൻ്റെ ജീവിതം എന്ന് പറയുന്നത് കുഴിയിലാണ് കിടക്കുന്നതെങ്കിൽ മറ്റൊരാൾ വന്ന് എന്നെ രക്ഷിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയേക്കാൾ എനിക്ക് രക്ഷപ്പെടണം എന്നുള്ള വിശ്വാസവും നെവർ ഗിവ് അപ്പ്, ഇല്ല ഞാൻ തോറ്റു കൊടുക്കില്ല എന്നുള്ള ഒരു വാശിയുമൊക്കെയാണ് ജീവിതത്തോട് നമുക്ക് വേണ്ടത്. നിങ്ങൾ മരിച്ചുപോയി എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കുറച്ച് ദിവസം നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും ഒന്ന് സംസാരിക്കും, കുറച്ച് ദിവസം ആരെങ്കിലും ഒന്ന് സങ്കടപ്പെടും, എന്നിട്ട് അവർക്ക് അവരുടെ കാര്യങ്ങളിലേക്ക് പോയാൽ പറ്റൂ. നിങ്ങളില്ല എന്നതുകൊണ്ട് അവർക്ക് അവരുടെ ലൈഫ് സ്റ്റക്കാക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ മരിച്ചു പോയതുകൊണ്ട് ജീവിതത്തിൽ വല്ലാത്ത ജീവിതാവസാനം വരെ അതൊരു ദുഃഖമായി മാറുന്ന ചില മനുഷ്യർ നമുക്ക് ചുറ്റും ഉണ്ടാവാം. നിങ്ങൾ പോയി കഴിയുമ്പോൾ എങ്ങനെ ഈ ജീവിതം ജീവിക്കണമെന്ന് അറിയാതെ ബുദ്ധിമുട്ടുന്ന മനുഷ്യരും നിങ്ങളുടെ ചുറ്റും ഉണ്ടാകും. ആരെങ്കിലുമൊക്കെ കാണൂലേ? നമ്മുടെ മക്കളൊക്കെ ആണെങ്കിൽ അങ്ങനെ എടുക്കാം. അവർ നമ്മളെ റീപ്ലേസ് ചെയ്യാൻ പറ്റൂല അവരുടെ ലൈഫിൽ. നമ്മുടെ പാർട്ട്ണറിനെ വേണേൽ അങ്ങനെ എടുക്കാം. അവരുടെ ലൈഫിൽ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ മാരേജ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പം പലപ്പോഴും ദേഷ്യവും വെറുപ്പൊക്കെ കൂടി നമുക്കൊരു ബന്ധം ഇല്ലാതാകുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അതിനൊരു സുഹൃത്ത് കാണൂല്ലേ, നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവൻ പോയല്ലോ അവൾ പോയല്ലോ എന്നുള്ള ആ ദുഃഖത്തിലിരിക്കുന്ന ഒരു സുഹൃത്ത് ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കാണുമല്ലോ. ചിലപ്പോൾ നമ്മൾ വിഷാദത്തിലിരിക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മളെ സ്നേഹിക്കണം ആരുമില്ല, നമ്മളാർക്കും വേണ്ട, നമ്മളിതിലൂടെ ഒന്നും സംഭവിക്കില്ല, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. ആരെങ്കിലുമൊക്കെ കാണും ഞാൻ സ്നേഹിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ മാതാപിതാക്കൾ എന്തായാലും ദുഃഖിക്കും. ആ വിഷയത്തിൽ നിങ്ങൾക്ക്
ഉറപ്പിക്കുക. കാരണം നിങ്ങൾ എത്ര വലുതായാലും, നിങ്ങൾ എത്ര മാരേജ് കഴിച്ചാലും, നിങ്ങൾ എത്ര വലിയ CEO ആയാലും മാതാപിതാക്കൾക്ക് എപ്പോഴും മക്കൾ തന്നെയാണ്. സോ അവർ വിഷമിക്കും. ഇതൊക്കെ റിയാലിറ്റി ആണ് കേട്ടോ. എനിക്കിതിൽ പൊടിപ്പും തൊങ്ങലും വെച്ച് ഒരു ഒഫീഷ്യലായിട്ടൊന്നും സംസാരിക്കാൻ പറ്റില്ല. ജീവിതത്തിൻ്റെ റിയാലിറ്റിയാണ്. ഒരാൾ ആത്മഹത്യയുടെ അറ്റത്തെത്തുന്ന വരെ നമ്മൾ സഹായിക്കില്ല. അയാൾ നിലവിളിക്കുന്നുണ്ടാവും, സഹായം ചോദിക്കുന്നുണ്ടാവും. ഞാനൊക്കെ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു സ്ട്രേഞ്ചർ ആണെങ്കിലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു കോണ്ടാക്ട് നമ്പറിൽ ആരെങ്കിലും വിളിച്ചിട്ടൊന്ന് 10 മിനിറ്റ് സംസാരിച്ചിരുന്നെങ്കിൽ, ഞാൻ ചിലരോട് ചോദിക്കും, നീ എന്തെങ്കിലും ഒന്ന് പറയൂ, എനിക്കൊന്ന് സമാധാനം കിട്ടാനാണ്, നീ എന്തെങ്കിലും ഒന്ന് പറയൂ. അപ്പോൾ അവർക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നില്ല, നമ്മൾ ഏത് അവസ്ഥയിലാണെന്ന്, അല്ലെങ്കിൽ അവർക്ക് നമ്മളെ ഒരു കരനീട്ടി സഹായിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് നിങ്ങളുടെ അവസ്ഥ, അതായത് ഇത്തരം ചിന്തകളിലേക്ക് പോകുന്ന ആളുകളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. ഭീകരമായ ഒരു അവസ്ഥയുണ്ട് വിഷാദത്തിനാണെങ്കിലും ഇത്തരം ചിന്തകൾക്ക്. അത് നമ്മുടെ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥ. ആ അവസ്ഥയിൽ നിങ്ങൾ എത്തിച്ചേരരുത്. അവിടുന്ന് തിരിച്ചു വരാൻ നല്ല പ്രയാസമാണ്. സോ അതിനു മുമ്പ് തന്നെ നിങ്ങൾ മൈൻഡ് ഓക്കെ അല്ലാതെ ആകുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ സഹായിക്കണം. നിങ്ങൾ കുറച്ച് സെൽഫിഷ് ആവണം. നിങ്ങൾ നിങ്ങളെ തന്നെ മറന്നുകൊണ്ട്, നിങ്ങൾ ഒരു വിലയും കൽപ്പിക്കാതെ, നിങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാതെ, നിങ്ങൾ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ കയറാനും നിങ്ങൾ തയ്യാറ്, ഒറ്റിക്കൊടുക്കപ്പെടുന്നതും നിങ്ങൾ, മുൾകിരീടണിയുന്നതും നിങ്ങൾ, അവസാനം നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ ആരും ഉണ്ടാവില്ല. സോ കുറച്ച് അവനവനെ കെയർ ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഞാൻ ഡിപ്രഷനിലാണെങ്കിലും, അല്ലെങ്കിൽ ഞാൻ നാളെ എന്തെങ്കിലും എനിക്ക് സംഭവിച്ചാലും ചിലപ്പോൾ അത് എനിക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടം വരുന്നത്. മറ്റുള്ളവരുടെ ലൈഫൊക്കെ 2 ദിവസം കഴിയുമ്പം കടന്നു പോകും. നേരത്തെ പറഞ്ഞ കുറച്ച് എക്സെപ്ഷൻസുകളുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഭൂമിയിൽ കിട്ടിയ അവസരമാണ്. ഗിവപ്പ് ചെയ്യരുത്. ചിലപ്പോൾ ഫൈറ്റ് ആയിരിക്കും. ഈ എൻ്റെ ഏറ്റവും വലിയൊരു ഒരു ഗുണം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്നറിയോ? മനുഷ്യരൊന്നുമില്ലാത്ത ഒരു ജീവിതം ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതായത് എല്ലാവരും എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്നുള്ള ഒരു പോയിന്റിൽ ഞാൻ എത്തിയിട്ടുണ്ട്. അത് ശരിക്കും വേദനാജനകമാണെങ്കിലും ഒരിക്കലും നമ്മളത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളാണല്ലോ, നമ്മൾ ഡിപ്രഷൻ അടിച്ചിരുന്ന, അപ്പം ഞാൻ നിരാശപ്പെട്ടിരുന്നു, എനിക്ക് പഠിക്കാൻ പറ്റില്ല, എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവളെന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്, ഇവൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ, ഇവൾക്ക് കൊണ്ടൊന്നും സാധിക്കില്ല, ഇവൾ എപ്പോഴും ഇങ്ങനെയാണ്, ഭക്ഷണവും കഴിക്കില്ല, അതും ചെയ്തില്ല. കുറേ പേര് കുറ്റപ്പെടുത്തുന്നതല്ലാതെ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നതായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. അതായത് നിങ്ങൾ തളർന്നിരുന്നാൽ അതിനെയും കുറ്റമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങൾക്ക് ചുറ്റും ചിലപ്പോൾ ഉണ്ടാവുക. എനിക്കറിയില്ല കേട്ടോ. അപ്പം ഇതിനകത്ത് കുറച്ച് സ്പിരിച്വാലിറ്റി ഞാൻ പറയാം. ഒന്ന്, ഒരിക്കലും ദൈവം ആത്മഹത്യ ഇഷ്ടപ്പെടുന്നില്ല. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഹൃദയം മുറിയുന്ന അനുഭവമാണ് ഒരാളുടെ സൂയിസൈഡ്. തീരാ നഷ്ടമാണ്. ദൈവത്തിന് ആത്മാവിനെ ഒരിക്കലും രക്ഷിക്കാൻ സാധിക്കാത്ത വിധം ആത്മാവ് പിന്നെ ദൈവത്തിൻ്റെയുമല്ല പിശാചിൻ്റെയുമല്ല, അങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക്, ഒരു വല്ലാത്ത ഒരു സ്റ്റേജിലേക്ക് ആ സോള് പോകും. ആ സോളിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് നിങ്ങൾ എന്തിനാ ഈ ഭൂമിയിലെ പ്രശ്നം തീരാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ആത്മഹത്യ ചെയ്യുന്നത്. പക്ഷേ ആത്മഹത്യ ചെയ്ത ഒരു സോള് അനുഭവിക്കാൻ പോകുന്നത് അതിനേക്കാൾ വേദനാജനകമായിട്ടുള്ള ഒരു ലൈഫാണ് മരണാനന്തര ജീവിതത്തിൽ. അപ്പോൾ മരിച്ചത് കൊണ്ട് നിങ്ങളുടെ ഭൂമിയിലെ ലൈഫേ തീരുന്നുള്ളൂ. നിങ്ങളുടെ നിങ്ങളെന്ന് പറയുന്നത് ഈ ശരീരവും ഈ ജീവനും മാത്രമല്ല, ആത്മാവ് കൂടെ ചേർന്നാണ്. സോ ഈ ആത്മാവിന് ഒരു ഡയറക്ഷൻ ഇല്ലാതെ, ഒരു ഡെസ്റ്റിനേഷൻ ഇല്ലാതെ, ഇത് എവിടേക്ക് പോകണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു വല്ലാത്ത ഒരു വേദനയാണ് ആ സോളിന് അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ട് ഒരിക്കലും ആത്മഹത്യ നിങ്ങൾ ചെയ്യരുത്. ഇതാണ് ഇതിൻ്റെ ആത്മീയതയുടെ തലം. ഇത് ദൈവത്തെ തോൽപ്പിക്കുന്നതാണ്. ഒരു ആത്മഹത്യ നടന്നാൽ അവിടെ ദൈവം തോറ്റു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പിന്നീട് ഒരിക്കലും ആത്മാവിനെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ദൈവത്തിന് പറ്റുന്നില്ല. കാരണം ആ ഒരു വില്ല്, ദൈവം അതിൻ്റെ ആ ഒരു ഇത് പറയില്ല, ആ ആത്മാവിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ അധികാരം തട്ടി മാറ്റിയിട്ട് ആത്മാവിൻ്റെ മേലെ ആ വ്യക്തി തന്നെ അധികാരം ഉപയോഗിച്ച് ആത്മാവിനെ ഇല്ലാതാക്കുവാണ്, ആ വ്യക്തി ഇല്ലാതാക്കുവാണ്. സോ അതൊരു വല്ലാത്ത നിസ്സഹായതയാണ് സ്പിരിച്വാലിറ്റിയിലെ ദൈവത്തിൻ്റെ ഒരു അവസ്ഥയുമായിട്ട് മനസ്സിലാക്കുമ്പോൾ. ദൈവത്തിന് മനുഷ്യന് അധികാരം കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ദൈവത്തിന് പിന്നെ ആ സോളിനെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല. അപ്പം അത് വല്ലാത്തൊരു അവസ്ഥയാണ്. ഒരിക്കലും നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കരുത്. പിന്നെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അനുഭവം കൂടെ പറയാം. അവൾ ഇതുപോലെ ഏതോ ഒരു പരീക്ഷയ്ക്ക് പരാജയപ്പെട്ടപ്പോൾ ആത്മഹത്യ ചെയ്യണമെന്ന് കരുതി. പക്ഷെ ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തന്നെ കോൾ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ ട്രൈ ചെയ്ത സമയത്ത് ഇട്ടിരുന്ന കുരുക്ക് എന്തോ ഒരു ഷാളങ്ങടാണ്. അത് കുറച്ച് മരിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോഴത്തെ ഒരു ടെൻഷന് ചെയ്തതായിരിക്കും. അത് കുറച്ച് ഈ സിൽക്കി തുണിയായിരുന്നു. ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ബോധം വരുന്നത് ഇത് ചെയ്യേണ്ടിയിരുന്നില്ലെന്നാണ് തോന്നുന്നു, അറിയില്ല. അപ്പം എന്നെ വിളിക്കുന്നുള്ളത് കൊണ്ട്, എന്നെ ഫോൺ വിളിച്ചുകൊണ്ടിരുന്നത് കൊണ്ട്, ഇല്ലടി ഇത് അഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ കേട്ടു. ഞാൻ അവൻ്റെ കൂട്ടുകാരിനെ വിളിച്ച് ഞാൻ പെട്ടെന്ന് തന്നെ അവളുടെ വീട്ടിലേക്ക് പോയി.
അവിടെ അവളെ രക്ഷിച്ചു, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. കുറേ നാൾ കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് കഴുത്തൊന്നും ഒളുക്കിയെന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷെ സംഭവം ഇച്ചിരി ഒരു മിഡിലെത്തിയപ്പോൾ തന്നെയാണ് നമ്മൾ ചെല്ലുന്നത്, രക്ഷപ്പെടുത്തി കുട്ടികളൊക്കെ ആയിട്ട് ഇപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അവളുടെ കല്യാണ സമയത്ത്, ഇതൊക്കെ കഴിഞ്ഞ് അവളുടെ കല്യാണ സമയത്താണ് ഞാൻ രണ്ടാമത് അവളുടെ വീട്ടിലേക്ക് പോകുന്നത്. അന്നാണ് ശരിക്കും എൻ്റെ വീട്ടിൽ നിന്ന് അവളുടെ വീട്ടിലേക്കുള്ള ദൂരം ഞാൻ മനസ്സിലാക്കുന്നത്. എത്ര നടന്നിട്ടും എത്തുന്നില്ല. ഇതേ ദൂരമാണ് ഞാൻ അവളെ രക്ഷിക്കാൻ പോയിരുന്ന സമയത്ത് ഞങ്ങൾ ഓടിക്കയറി എത്തി അവിടെ പോയത്. പക്ഷെ അന്ന് എങ്ങനെയാണ് അവിടെ എത്തിയെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. സോ ചില മനുഷ്യൻ മരിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നതിൽ ദൈവം ഇറങ്ങി വന്ന അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാലാക ഞങ്ങളെ അന്ന് സ്പീഡ് കൂട്ടാൻ സഹായിച്ചിട്ടുണ്ടാവും. എന്തുണ്ടായെന്ന് എനിക്കറിയില്ല. പക്ഷെ അതൊരു അത്ഭുതകരമായിട്ടാണ് ആ ഒരു ജീവനെ രക്ഷിച്ചത്. ഒരു ജീവന്റെ വില എന്ന് പറയുന്നത് വളരെ അമൂല്യമാണ്. നിങ്ങൾ ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ടാവില്ലേ, എത്രയോ പേരാ ഇങ്ങനെ മരിക്കാൻ രക്ഷിക്കാമേ, ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്തെങ്കിൽ നമുക്ക് ആളെ രക്ഷിക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കോമയിലാവുന്ന, ഒരു ബോധം നഷ്ടപ്പെട്ടിട്ട് പിന്നെയും എപ്പോഴേലും തിരിച്ചു വരുന്ന പ്രതീക്ഷിക്കുന്ന ഒരു ജീവന്റെ വില എന്ന് പറയുന്നത് വളരെ അമൂല്യമാണ്. ആത്മഹത്യ ചെയ്താൽ നിങ്ങൾ പരാജയപ്പെടുകയുള്ളൂ. അത് ഈ ജീവിതത്തിലും പരാജയപ്പെടും, മരണാനന്തര ജീവിതത്തിലും നിങ്ങൾ പരാജയപ്പെടും. അത് വല്ലാത്തൊരവസ്ഥയാണ്. പിന്നെ എങ്ങനെയാണ് ഭൂമിയിൽ സർവൈവ് ചെയ്യാന്നുള്ളത്, രക്ഷപ്പെടുക എന്നത് മാത്രമായിരിക്കണം നിങ്ങൾ ഏറ്റവും പ്രശ്നത്തിലാണെങ്കിൽ സർവൈവ് ചെയ്യുക എന്നത് മാത്രമായിരിക്കണം നിങ്ങളുടെ കൺമുമ്പിലുള്ള വിഷയം. നാട്ടുകാരെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, ഇങ്ങനെ ആയാൽ അങ്ങനെ ആയിരിക്കുമോ, ഇതിങ്ങനെ വരുമോ, ഇതൊക്കെ ലിമിറ്റിന് അപ്പുറത്തേക്കുള്ള കാര്യമാണ്. സ്വയം സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ഭാരങ്ങളൊന്നും എടുത്ത് തല വെക്കരുത്. അൾട്ടിമേറ്റ്ലി അവനവനെ രക്ഷിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഇതായിരിക്കേണ്ടത്. ഒരിക്കലും ഇതൊന്നും അല്ല എൻ്റെ ഗുഡ് നെയിം നഷ്ടപ്പെടുമോ, ഞാനിപ്പോൾ ബിസിനസ് പൊളിഞ്ഞെന്ന് അറിഞ്ഞാൽ നാട്ടുകാർ എൻ്റെ ഗുഡ് നെയിം നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ഞാനിങ്ങനെ എൻ്റെ കാര്യത്തിൽ എനിക്കൊരു ചീത്തപ്പേരുണ്ടായി കഴിഞ്ഞാൽ ഞാനിനി എങ്ങനെ ജീവിക്കും, ഇതൊന്നും നാട്ടുകാരുടെ വിഷയമല്ല. എൻ്റെ ലൈഫ്, എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എൻ്റെ പ്രയോറിറ്റി ആയിരിക്കണം. സോ എനിക്ക് സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മാർഗം. ഞാനത് സർവൈവ് ചെയ്യുക. എനിക്ക് മാനസികമായി ഞാൻ അനുഭവിച്ച സ്ട്രഗിളുകളിൽ എനിക്ക് ഒരു സമയത്ത് എനിക്ക് മനസ്സിലായി എനിക്ക് ഇങ്ങനത്തെ സ്ട്രഗിളുകൾ ഉണ്ട് ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായി. അത് തിരിച്ചറിവ് ഉണ്ടായില്ലെങ്കിൽ നമുക്ക് വലിയ പാടാണ്. അത് ദൈവകൃപയിൽ എന്തോ ആ തിരിച്ചറിവ് ഉണ്ടായത് കൊണ്ട് എനിക്ക് മനസ്സിലായി എനിക്ക് ഇന്ന കാര്യങ്ങളെ പേടിയുണ്ട്. ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് ഫേസ് ചെയ്യാൻ തീരുമാനിച്ചു. എനിക്ക് പബ്ലിക്കായിട്ട് ആളുകളുടെ ഇടപഴകുന്ന പേടിയാണ്, ഞാൻ ഇടപഴകാൻ തീരുമാനിച്ചു. എനിക്ക് ചില ടൈപ്പ് ആളുകളോട് സംസാരിക്കുന്ന പേടിയാണ്, ഞാൻ അങ്ങനെയുള്ള ആളുകളോട് സംസാരിക്കാൻ തീരുമാനിച്ചു. ഇതൊക്കെ ഞാൻ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ എനിക്ക് ചുറ്റുമുള്ള ആൾക്കാർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാവണമുണ്ടോ, ഞാൻ ഇനി എൻ്റെ ഭയങ്ങളെ നേരിടാൻ വേണ്ടി ചെയ്യുന്ന ഇതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്നെ സംബന്ധിച്ചുള്ള ഐ വാണ്ട് ടു ഹെൽപ്പ് മൈസെൽഫ്. എനിക്ക് എന്നെ തന്നെ സഹായിക്കണം, എനിക്കൊരു നല്ല ജീവിതത്തിലേക്ക് പോകണം. സോ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതാണ് ഞാൻ ചെയ്തത്. ദൈവം ഈ യാത്രയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചില ഡിസിഷനുകൾ എടുത്ത സമയത്ത് അതെന്തുമാത്രം നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടാണ് നിങ്ങൾ ഇതുപോലൊരു ഡിസിഷനിലേക്ക് പോയത് എന്ന് നിങ്ങൾക്ക് ചുറ്റുമുള്ള ആർക്കും മനസ്സിലാവില്ല, പക്ഷെ ദൈവത്തിന് മനസ്സിലാവും. ഈ പ്രയറും പ്രാർത്ഥനയും ദൈവം എന്നുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കേണ്ടത് ചില ലൈഫിൻ്റെ ചില വഴിത്തിരിവുകളിലുണ്ടല്ലോ, ചില പോയിന്റുകളിലുണ്ടല്ലോ, നമ്മളെ ദൈവത്തിന് മാത്രം മനസ്സിലാവും. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഡിസിഷൻ എടുത്തതെന്ന് ദൈവത്തിന് മാത്രം മനസ്സിലാവും. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ഒരു വിവാഹത്തിലേക്ക് വളരെ ചെറിയ പ്രായത്തിൽ പോയതെന്ന് ചോദിച്ചാൽ എൻ്റെ മെൻ്റൽ സ്ട്രഗിളുകളുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണത്. അത് ന്യായീകരിക്കാനും അത് മനസ്സിലാക്കാനും അത് മനസ്സിലാക്കി എൻ്റെ കൂടെ നിൽക്കാനും ദൈവത്തിന് മാത്രമേ പറ്റൂ. കാരണം ദൈവത്തിന് അറിയാം എൻ്റെ ഉള്ളിൽ ഞാൻ എന്താണ് അനുഭവിച്ചതെന്ന്. അതുപോലെ തന്നെ നിങ്ങളുടെ ചില വേദനകളും നിങ്ങളുടെ സ്ട്രഗിളുകളും നിങ്ങളുടെ ആന്തരികമായ നിങ്ങളുടെ സംഘർഷങ്ങളും നിങ്ങൾ അനുഭവിക്കുന്ന നിസ്സഹായതയും നിങ്ങൾക്ക് വേറൊരാളെ പറഞ്ഞ് കൺവേ ചെയ്യാൻ പറ്റില്ലായിരിക്കാം, പക്ഷെ ദൈവത്തിന് നിങ്ങളെ മനസ്സിലാക്കും. നിങ്ങൾക്ക് അതിനാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ ഈ ഭൂമിയിൽ ഒറ്റയ്ക്കല്ല. ഞാൻ വളരെയധികം ഇച്ചിരി ഇമോഷണലാണ് കേട്ടോ. അന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പപ്പായിനെ ആത്മഹത്യ ചെയ്ത ഒരു ഇൻസിഡൻറ്റും കൂടെ ഉണ്ടായൊരു സമയമാണ്. ഞാനിങ്ങനെ പ്രതീക്ഷയേറ്റ ഞാനിങ്ങനെ എല്ലാവരാലും തെറ്റിദ്ധരിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്ത എൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് അനുഭവിച്ച ഒരു പ്രശ്നത്തിലുണ്ടല്ലോ, എല്ലാവരും നമ്മൾ ഉപേക്ഷിച്ച് കഴിയുമ്പോൾ നമ്മളൊരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പം ഞാൻ എന്തുകൊണ്ട് ഈ ഡിസിഷൻ എടുത്തു എന്ന് എനിക്ക് തന്നെ ആ സമയത്ത് മനസ്സിലായിരുന്നില്ല. എന്നെ സംബന്ധിച്ച് ചില ഭയങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം, എന്നെ തന്നെ സേഫ് ആക്കണം, ഒരു സെക്യൂർ ഫീലിങ്ങിന് വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ മാരേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുന്നത്. അല്ലെങ്കിൽ ദാമ്പത്യത്തെക്കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ ഞാൻ അനുഭവിച്ച മെൻ്റൽ സ്ട്രഗിളുകളുടെ ഒരു റിസൾട്ടായിരുന്നു എൻ്റെ മാരേജ് എന്ന് പറയുന്ന ഡിസിഷൻ. ഞാൻ അതിനെക്കുറിച്ച് എനിക്ക് ഒരു ധാരണയില്ല, ദാമ്പത്യത്തെക്കുറിച്ച് കെട്ടാൻ പോകുന്ന ആളെക്കുറിച്ചും വലിയ ധാരണയൊന്നുമില്ല,
പക്ഷെ അന്ന് അതാണ് ഒരു മാർഗമായിട്ട് തോന്നിയത്, അങ്ങനെ ചെയ്തു. ഇതിന് നിങ്ങൾക്കും വേണമെങ്കിൽ കുറ്റപ്പെടുത്താം. പക്ഷെ ആ സമയത്ത് നമ്മുടെ മൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്നുള്ളത്, നമ്മൾ അറിവില്ലാത്ത ഒരു സമയത്ത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മുടെ ബ്രെയിന് ഉണ്ടാക്കിയ ഒരു 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 സൊല്യൂഷൻ കണ്ടെത്തലൊക്കെ ആയിരുന്നു അത്. ഇതാരും നമ്മളോട് ചോദിക്കില്ല. എന്തുകൊണ്ട് നീ ആ ഡിസിഷൻ എടുത്തുവെന്നോ, എന്തുകൊണ്ട് നീ ഈ ഒരു അവസ്ഥയിൽ എത്തിയെന്നോ, എന്തുകൊണ്ട് നീ നീ ഇങ്ങനെ നീ ഇപ്പം ഈ ഇതായെന്നോ ആദ്യം മനുഷ്യൻ കുറ്റപ്പെടുത്തും. എന്നിട്ടേ ചോദിക്കുള്ളൂ ഇതെന്താ സംഭവം. ചിലപ്പോൾ ചോദിക്കുകയില്ല. ഇത് കുറ്റപ്പെടുത്തും. അവനവനെ മനസ്സിലാവാത്ത എല്ലാ കാര്യത്തെയും മനുഷ്യൻ കുറ്റപ്പെടുത്തും. പൊതുവായിട്ട് നോക്കുമ്പോൾ ഇത് തെറ്റാണ്, അപ്പം അത് തെറ്റാണ്, നീ അത് ഇത് തെറ്റാണ്. അതേസമയം കുറ്റപ്പെടുത്തലുകൾക്ക് ഒരു ഗുണവും ചെയ്യാൻ പറ്റില്ല. അത് വെറും ചപ്പാണ്. അതുകൊണ്ട് ഒരു ഗുണമില്ല കുറ്റപ്പെടുത്തിയത് കൊണ്ട്. മനസ്സിലാക്കിയാലേ അയാളെ നമുക്കൊരു സഹായിക്കാനായിട്ട് സാധിക്കുള്ളൂ. പ്രിയമുള്ളവരെ, നിങ്ങൾ കടന്നു വന്നതിൽ ഈ ഒരു ചെറിയ കാലയളവ് ഭൂമിയിൽ ജീവിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു യുദ്ധമാണ്. ഈ യുദ്ധം എപ്പോൾ തീരുമെന്നും എനിക്കറിയാൻ പാടില്ല. ഓരോ പ്രശ്നങ്ങളിൽ നിന്നും ഓരോ പ്രശ്നങ്ങളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു വലിയ ലൂപ്പിൽ പെട്ട് കിടക്കുന്ന പോലെ ഒരു അനുഭവമൊക്കെ എനിക്കും ഉണ്ട്. വിഷാദം എന്നെയും വേട്ടയാടിയിട്ടുണ്ട്. സൂയിസൈഡ് ചിന്തകൾ എന്നെയും ഇതാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒറ്റയ്ക്കല്ല. എന്നെ എല്ലാ തരത്തിലും മനസ്സിലാക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. മറ്റൊന്ന് എൻ്റെ ഹൃദയത്തിൽ എന്താണെന്നുള്ളത് അറിഞ്ഞിട്ടാണ് ദൈവം എന്നോട് പെരുമാറുക. സോ ലോകം മുഴുവൻ എന്നെ എതിർത്താലും എൻ്റെ ഹൃദയം അറിയാവുന്ന ദൈവം എൻ്റെ കൂടെ ഉണ്ട്. ദൈവമാണ് വലുത്, മനുഷ്യരല്ല. ഇനി ഞാൻ അന്യായമായിട്ട് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സങ്കടങ്ങളുടെ മേലും എൻ്റെ ദൈവത്തിന് ഞാൻ അധികാരം കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഒരു ശുദ്ധീകരണ പ്രക്രിയ ആയിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ പൂർവികരുടെ എന്തെങ്കിലും, ഞാൻ ക്രിസ്തുവിലേക്ക് വന്നതിന് ശേഷം പൂർവിക ശാപമൊന്നും എന്നെ വേട്ടയാടില്ല. എങ്കിലും ഞാനെന്ന ആത്മാവിൻ്റെ ഒരു ശുദ്ധീകരണ പ്രക്രിയ ആയിരിക്കാം ദൈവം നടത്തുന്നത്. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തണം. ഒരു ലൂപ്പ് ഹോൾ ഇതിനകത്തുണ്ടാകും. ലൈഫ് ഒരു ലൂപ്പിൽ ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കണ പോലെ തോന്നിയാലും അവിടെ ഒരു ഹോളുണ്ട്. ആ ഹോള് നിങ്ങൾ കണ്ടെത്തണം. അത് നമുക്ക് സർവൈവ് ചെയ്യാൻ നമ്മൾ കണ്ടെത്തിയാൽ പറ്റൂ. ഒരിക്കലും തോറ്റു കൊടുക്കരുത്. നിങ്ങളായിട്ട് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകരുത്. അതുകൊണ്ട് നിങ്ങൾ തന്നെയാണ് പരാജയപ്പെടുക. നിങ്ങളെ അബ്യൂസ് ചെയ്യുന്നവർ, ഡൊമസ്റ്റിക് വയലൻസ്, മെൻ്റൽ അബ്യൂസ്, ഈ ആളുകളെയൊക്കെ ജയിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. അപ്പോഴും ദൈവത്തിൻ്റെ കരം പിടിച്ച് നിങ്ങൾ പൊരുതണം. നിങ്ങളെ തന്നെ സ്നേഹിക്കണം, നിങ്ങളെ തന്നെ സഹായിക്കണം. അതിനേക്കാൾ വലുതായിട്ടൊന്നുമില്ല. നാളെ നിങ്ങൾ നിങ്ങളെക്കാൾ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള ഒരു സംഗതികളും നിങ്ങളെ സഹായിക്കാൻ പോകുന്നില്ല, ആളുകളും സഹായിക്കാൻ പോകുന്നില്ല. നിങ്ങൾ നിങ്ങളെ തന്നെ സഹായിക്കണം. ഒരിക്കലും മരണം എന്നുള്ളൊരു കാര്യം ചിന്തിക്കാനേ പാടില്ല. ഈ ലോകം എല്ലാവരുടെയുമാണ്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ജീവിക്കാൻ വേണ്ട വകുപ്പ് ഈ ലോകത്തുണ്ട്. അതിന് വേണ്ട ഒരു വഴി ദൈവം ഉണ്ട്, നമ്മുടെ കൺമുമ്പിലുണ്ട്, നമുക്ക് കാണാഞ്ഞിട്ടായിരിക്കും. പിന്നെ വിശ്വസിക്കുക, ഇതും കടന്നു പോകും. ഇതെല്ലാം ടെമ്പററിയാണ്. ഇത് പെർമനൻ്റ് പ്രശ്നങ്ങളല്ല. ഇതൊക്കെ മാറും. എല്ലാം അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ പറയുന്നത്. പ്രതീക്ഷ വിടരുത്. ഒരു പ്രസംഗത്തിൻ്റെ രീതിയിലല്ല ഞാൻ ഇത് പറഞ്ഞതെന്ന് എനിക്കറിയാം. ഇതൊക്കെ അനുഭവിക്കുമ്പോഴല്ലേ അത്ര സുഖകരമായ ഒന്നുമല്ല ഇത്. അതുകൊണ്ട് ഇത് ഉപദേശിക്കലൊന്നും ആവശ്യമില്ല. ഇതൊന്നും ഉപദേശിക്കലല്ല. ഇത്തരം കാര്യങ്ങളിൽ ഉപദേശങ്ങൾക്കല്ല ആവശ്യം. സ്നേഹ സംഭാഷണങ്ങളാണ്. നിങ്ങൾ അനുഭവിക്കുന്ന മനസ്സിൻ്റെ ഏറ്റവും സങ്കീർണമായ തലത്തിൽ ഏറ്റവും കൈവിട്ടു പോകുന്ന അവസ്ഥകളെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളെന്ന രീതിയിൽ ഞാൻ പറയുവാണ്. അതും കടന്ന് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ കരം പിടിച്ചിട്ടുള്ളവരൊന്നും അങ്ങനെ തോറ്റുപോയിട്ടില്ല. മനുഷ്യരെ നോക്കണ്ട, നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേൾക്കുക. നിങ്ങളെ സഹായിക്കുക, നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളെ രക്ഷിക്കുക. അതിന് വേറെ ആരും വരില്ല, നിങ്ങൾ തന്നെ വേണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.